ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മറ്റേ വേവിന്റെ കാര്യം പറഞ്ഞ് അടി കൂടാൻ ഞങ്ങളുടെ സ്വിമ്മിങ്ങിന്റെയും കരാട്ടയുടെയും കാര്യം തീരുമാനം ഉണ്ടാക്കും. നിങ്ങൾ സ്വിമ്മിങ്ങിന്റെയും കരാട്ടയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമില്ല, രണ്ടുപേരും പോകില്ല. ഇതെന്ത് കഷ്ടമായത് കേശു, നീ വന്നേ. അതെ, ഈ സ്വിമ്മിങ്ങും കരാട്ടയൊക്കെ പഠിക്കാനായിട്ട് വലിയ എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമെന്ന് നോക്കണം കേട്ടോ. കിട്ടും. മാത്സ് ബുക്ക് ഉണ്ടാ? അതിലെ ലെൻസ് സ്ലിപ്പ് കൊണ്ട് കൊടുത്താൽ മതി, ലോൺ കിട്ടും. മാത്സ് ബുക്ക് ഉണ്ടാ? അതിലെ ലെൻസ് സ്ലിപ്പ് കൊണ്ട് കൊടുത്താൽ മതി, ലോൺ കിട്ടും. നോക്ക് ഇനി എന്തിനാ മാരിയൊക്കെ ബിരിയാണി ഓർഡർ ചെയ്യാ? ബിരിയാണി പിന്നെ ഇപ്പോൾ ഓർഡർ ചെയ്യാം. നീ എന്താ വിഷമിച്ചിരിക്കണേ? നിനക്കെന്ത് ആറാമത്തെ കൊച്ചിനെ തള്ളയെന്ന് പറഞ്ഞാൽ നാണക്കടാ തന്നെ? 6 എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നും കൂടി ഉണ്ടാവുന്നെങ്കിലും വോളിബോൾ ടീമിനെ ക്രിയേറ്റ് ചെയ്യാറുന്നല്ലോ. എന്തിനു നോക്കിട്ട് ഒരു സെവൻസ് ഫുട്ബോൾ ടീം ഉണ്ടാക്കാം. സമയാവട്ടെ, ചോറിന സമയാവട്ടെ. എന്തിനു നോക്കിട്ട് ഒരു സെവൻസ് ഫുട്ബോൾ ടീം ഉണ്ടാക്കാം. സമയാവട്ടെ. അച്ഛാ കുറച്ച് മരുന്ന് ഒഴിച്ചാ അച്ഛാ. എന്റെ പൊന്നു മക്കളെ, നീ വലിയ കുട്ടി ആയില്ലേ? തന്നെ തൊഴി. ഓ അത് കറിക്കുള്ളതാണ്. അത് കറിക്കുള്ളതാണ്. ഓ ഞാൻ വിചാരിച്ചു കളിക്കാനുള്ളതാണ്. ഇത് കാലിലെന്തോ ഇത്? ഇതേ മഴയത്ത് ചെരുപ്പില്ലാതെ പുറത്തു പോയുള്ള ചെളി മുഴുവൻ ചവിട്ടി തേച്ച് തറ മുഴുവൻ വൃത്തികേടാക്കി. അല്ല, ഞാൻ ചെരുപ്പിട്ടിട്ടാണ് പോയത്. എന്നിട്ടാണോ ഈ ചെളി മുഴുവൻ തറ വന്നത്? അത് ഞാൻ കഴുകിയപ്പോ ചിലപ്പോ ചെരുപ്പിലുള്ള ചെളി എന്റെ കാലിലായതായിരിക്കും. എവിടെ നോക്കട്ടെ? നോക്ക്. ഇതങ്ങനെയല്ല, കാല് മര്യാദക്ക് വൃത്തിയായിട്ട് കഴുകാത്തോണ്ടാ. പോയി കഴിയിട്ട് വേണം. ദോശ കഴിച്ചിട്ട് കഴുകിയ പോരമ്മ. കാല് കഴുകിയിട്ട് ദോശ കഴിച്ചാ മതി. ചെല്ല്. അമ്മൂമ്മേ, സാധാരണ കൈ കഴുകിയിട്ടല്ലേ ദോശ കഴിക്കുക? I am the one, the way your son don't need a gun to get respect up on the street. Under the sun, the best the sun will pop the clock to feed. അയ്യോ, ഞാൻ ഇങ്ങനെ ആക്കിയതേ ഉള്ളൂ. ഇവിടെ കയറി ഉള്ളതെല്ലാം നശിപ്പിക്കാനാണ് ഞാൻ. അവിടെ പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ? ഇല്ലാത്ത പൈസ ഇവിടെ സാധനങ്ങൾ വാങ്ങിച്ചത്. നിനക്കെന്ത് കയറി കളിക്കാനല്ല, എനിക്ക് കളിക്കാനാ. എനിക്ക് പണിയാനാണ്. അയ്യോ, ഇത് തണുത്ത പണം. എനിക്ക് ജലദോഷം പരിപാടിയാണ്. അത് അവിടെ നിന്നും പോയി. നമ്മളൊരു കാര്യം ചെയ്യും, ഞാൻ അവിടെ തന്നെ ഇരിക്കട്ടെ. കണ്ണിച്ചോരലാത്ത പെണ്ണ് തന്തേര നെഞ്ചിരി നട്ട് ഉറച്ചിരിക്കുന്നു. ചാവാൻ പോണ്. അത് അവിടെ തന്നെ ഇരിക്കുന്നു. അച്ഛാ ഒരു മിനിറ്റ്. അച്ഛൻ അത് ഇത്രയും കഴിച്ചാൽ മതി കേട്ടാ. ഇത്രയും കഴിച്ചുകൊണ്ടാ നെട്ടങ്ങ് ഇറങ്ങിപ്പോയല്ല. അപ്പൊ ബാക്കി ഇത്ര പോയ ഞാൻ എനിക്ക് കഴിക്കാമല്ലോ. പാചകം ചെയ്യണ കുട്ടൻ തിരുമേനിക്ക് പെട്ടെന്നൊരു അസഹ്യത തറ വീണു. എടുത്തോണ്ട് ആശുപത്രി കൊണ്ടു. അയ്യോ അച്ഛാ, എന്നിട്ട് കൂട്ടത്തിരിമേനിക്കെല്ലാം പറ്റിയോ? കുട്ടൻ തിരുമേനി ഇഷ്ടപ്പെട്ടു. പക്ഷെ കഷ്ടപ്പെട്ടവരാണ് കല്യാണം വീട്ടുകാര്. അതെന്താ? എന്റെ പൊന്നുമക്കളെ, പിറ്റേ ദിവസം കല്യാണമല്ലേ? സദ്യ കൊടുക്കണ്ടേ? വല്ല കഴിക്കണ്ടേ ആൾക്കാർക്ക്? അവർക്ക് കാറ്ററിംഗ് കാര്യം പിടിച്ച് കാര്യം അറിയിക്കാൻ പാടില്ലായിരുന്നു. 12-ാം മണിക്ക് ഏത് കാറ്ററിംഗ് കാര്യം വിളിക്കും? പിന്നെ എന്ത് ചെയ്ത് വീശി കൊടുത്തോ? ഹോസ്പിറ്റലിൽ പോണോ? ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട മോളെ. അമ്മൂമ്മയുടെ ബാഗിനകത്ത് കുഴമ്പിരിപ്പുണ്ട്, ഇങ്ങ് എടുത്തോണ്ട് വാ. കേശു പോയി എടുത്തിട്ടോടാ. നീ എടുത്തോണ്ട് പാടി. പെട്ടെന്ന് പോ ആരെങ്കിലും. അതൊക്കെ അടുത്ത ഉളുക്ക് ഇപ്പൊ വീഴും. കിടന്ന് ഒച്ച എടുക്കാൻ വാ. ആമി, ഈ കാലുവേനക്കുള്ള കുഴമ്പ് നടുവേനക്ക് പുരട്ടി കഴിഞ്ഞാൽ നടുവേന പോവോ? മോനെ, എല്ലാ വേദനയ്ക്കും നല്ലതാന്നാടാ വൈദ്യം പറഞ്ഞത്. അമ്മൂമ്മ പല്ലുവേദനയ്ക്ക് നല്ലതാണ്. കാശില്ലാത്ത ചേട്ടൻ കാശ് വീശുന്നൊക്കെ ഡയലോഗ് അടിക്കാൻ ഭയങ്കര എളുപ്പ. കാശുള്ള ഞാൻ കാശെടുത്ത് വീശൂല കേട്ടാ. അങ്ങനെ ഇപ്പൊ എന്റെ കാശും കൊണ്ട് നിങ്ങൾ കരാട്ടെ മുൻപ് ഒന്നും പഠിക്കണ്ട. എന്തൊരു അഹങ്കാര ചേട്ടാ പോയ സ്ഥാനത്തിന്. ജോലിയുള്ളതിന്റെ അഹങ്കാരം നോക്കിക്കോ, ഞാൻ ഇനി ലച്ചേച്ചിയുടെ മക്കളടുത്ത് പ്രതികാരം ചെയ്തിരിക്കും. എങ്ങനെ? എടി, ഞാൻ അവരുടെ ചെറിയ മകനല്ലേ. അവരെന്റെ അടുത്ത് വിഷു കഴിഞ്ഞിട്ടും ചോദിച്ചോണ്ട് വരുമ്പോ ഞാൻ ഒറ്റ എണ്ണത്തിനും കൊടുക്കൂല. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് എപ്പോഴൊക്കെ ട്രെയിൻ ഉണ്ടേ? അണ്ണാ, രാവിലെ 5:15 ഒരെണ്ണമുണ്ട്. 5:15 കഴിഞ്ഞ് 5:45 പിന്നെ 6:10. 6:10 കഴിഞ്ഞ് 7:20 7:25 10:15 ഒരെണ്ണമുണ്ട്. പിന്നെ 1:15. മതി മതി മതി. എടാ, ഇത്രയും ട്രെയിൻ അങ്ങോട്ട് പോകുമ്പോൾ നീ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? നിനക്ക് ആ ട്രെയിനിൽ കയറി അങ്ങ് വീട്ടിൽ പോയി.
çapçafım. Gördüğüm bu paketler benim dermanım. Hoppa yavaşça açıldı fermanım. അപ്പൊ ഒരു കവി എന്ന രീതിയിൽ ഞാൻ കവിത എഴുതി പ്രതിഷേധിക്കും. അത് വേണോ? എന്തു വേണ്ടാത്ത? വേണ്ട ഏട്ടാ. വേണം. ഈ പ്രതിഷേധ പരിപാടികൾക്ക് കവിതയൊക്കെ ഇപ്പൊ ഭയങ്കര മൈലേജാ. പോരാത്തിനുള്ള ഒരു കവിയാണല്ലോ, എഴുതിക്കോ. താങ്ക്സ് ഏട്ടാ, ഞാൻ കവിത റെഡി ആയിക്കോളാം. ദേ നീ പടം വരക്കാരിയല്ലേ? അതെ. നീ വരച്ച് പ്രതിഷേധിക്ക്. ഓക്കെ ഏട്ടാ. ചേട്ടാ ചേട്ടൻ ഡാൻസ് കളിച്ച് പ്രതിഷേധിക്കും. പ്രതിഷേധിക്കാം. നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോ രീതി പ്രതിഷേധിച്ചാലേ ഞാൻ വല്ലതും തിന്ന് പ്രതിഷേധിക്കട്ടെ. ഉച്ചയ്ക്ക് ഇവക്ക് ചോറുകൊണ്ട് കൊടുക്കാൻ പറ്റുമോ നിനക്ക് എല്ലാ ദിവസവും? പിന്നെ ഇവൾക്ക് വേണ്ടി ആരും ചൂട് വരെ ഞാൻ നടക്കണം, എനിക്കൊന്നും പറ്റില്ല. അയ്യോ അതിന് ആനഞ്ചോട് വരെ ഒന്നും പോകണ്ട. പിന്നെ ഈ വാഴക്കാല ജംഗ്ഷനില്ലേ, അവിടെ നിങ്ങൾ നേരെ റൈറ്റിൽ ഒരു വളവില്ലേ, ആ വളവിന്റെ അവിടെ ലേഡീസ് ഹോസ്റ്റലില്ലേ, ആ ലേഡീസ് ഹോസ്റ്റലിൽ തൊട്ടിപ്പുറത്ത്. എവിടെ? ആ വളവിന്റെ അവിടെ ലേഡീസ് ഹോസ്റ്റലില്ലേ, ആ ലേഡീസ് ഹോസ്റ്റലിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ്. അത് നേരത്തെ പറയണ്ടേ? ആ അങ്ങനെയാണെങ്കിൽ രാവിലെ വൈകിട്ടൊക്കെ ഞാൻ തന്നെ കൊണ്ടാക്കി എടുക്കുകയൊക്കെ ചെയ്യാം. പെണ്ണിനാണെങ്കിൽ ഏതാണ്ടൊരു മാലയും 5-6 വളയും ഒരു മോതിരവും ഒക്കെ ഉള്ളൂ. ശ്രീധനൊന്നും ചോദിച്ചില്ല. ആമ്പിള്ളേരായ ഇങ്ങനെ വേണം, ശ്രീധനൊന്നും ഇല്ലാതെ കെട്ടാൻ തയ്യാറായിട്ട് വരണം. എന്ത് നല്ല തങ്കപ്പെട്ട സ്വഭാവമാണെന്നറിയാം അവന്റെ. അവൻ സ്ത്രീധനം ചോദിച്ചാണല്ല, പക്ഷെ പെണ്ണ് വീട്ടുകാർ എല്ലാം അറിഞ്ഞു കൊടുത്താണ്. ഈ കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർ അങ്ങനെയാണ്, എല്ലാം അറിഞ്ഞു കൊടുക്കും. കേട്ടാ കേട്ടാ, നീ പഠിക്കാത്ത ഞാൻ കേട്ടില്ല. ഇപ്പൊ എന്റെ അച്ഛൻ്റെ അമ്മയുടെ വായിന്ന് നിനക്ക് മര്യാദ പഠിച്ചുകൂടാ. പാത്രം വിൽക്കാൻ പോകേണ്ട ഗതിയുടെ നിനക്ക് വരുമായിരുന്നു. ഇപ്പൊ ആർക്കാണ് നടക്കേട്? എനിക്കെന്നെ നടക്കേട്. മോളെ മതി മതി ഓട്ടെ മോളെ മതി. ചായ ഉണ്ടാ? അല്ല നല്ല ക്ഷീണം. Yeah, blue jeans, Air Ones, and a white tee. 06 hanging out the window like E. High feet on one off of. നീയൊക്കെ കൂടാ എടാ, അങ്ങോട്ട് വരണ്ടടാ. നിന്റെ അപ്പൂപ്പായി അച്ഛാ, നമുക്ക് പനിയായിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിച്ചില്ലേ? ഇതിനെ മൊത്തത്തിൽ തിന്ന് തീർക്കാനാ? നിങ്ങൾ എന്നോട് പറഞ്ഞോ എനിക്കിപ്പോ പണ്ടത്തെ തൊട്ടൊന്നും കഴിക്കാനൊന്നും. അയ്യോ, പണ്ടത്തെ പോലെ ഇപ്പൊ കഴിക്കണ്ട. മര്യാദയ്ക്ക് ആൾക്കാർ സാധാരണ പിള്ളേർ കഴിക്കുമ്പോൾ കഴിച്ചാൽ മതി. ഇതൊന്നു വല്ല ജോലിക്കുള്ള അപേക്ഷയാണോ? ഇല്ല, ഇത് കുട്ടമ്പിള്ളക്ക് ഗൾഫിൽ പോകാനുള്ള വിസയാണ്. അമ്മ എന്തിനാ ഇവന്റെ ഒക്കെ കാല് പിടിക്കണേ? അമ്മയ്ക്ക് ഓടിച്ചു പിടിക്കാൻ വണ്ടി തുടങ്ങി എന്റെ അടുത്ത് പറഞ്ഞാൽ പോരാ, ഞാൻ ഒപ്പിച്ചു തരില്ലേ? ഡി നീ മറ്റേ ചിരട്ടയും പാട്ടിയും കൊണ്ട് ഉണ്ടാക്കുന്ന ഡമ്മി പീസ് വണ്ടിയല്ല ഞങ്ങൾ ഉദ്ദേശിക്കണു. റിയൽ വണ്ടി, ഒറിജിനൽ വണ്ടി വേണം അമ്മയ്ക്ക് ഓടിച്ചു പഠിക്കാൻ. അതാണെങ്കിൽ വിചാരിച്ചാൽ നടക്കുള്ളൂ. എന്നാ പിന്നെ നീ അധികം ശ്രമിക്കൊന്നും വേണ്ട. Un elefante muy elegante, la trompa muy larga, la trompa gigante. Muy larga. ഇപ്പൊ പോയ മുടിയൻചാണ്ട കല്യാണം കഴിഞ്ഞാലും കുട്ടുകാരന്റെ കല്യാണം കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാ. ഈ വീട്ടില് പുതിയൊരു മാമ വന്നിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനല്ലേ? ഉള്ള രസം കൂടെ അങ്ങ് പോകും, അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ അങ്ങനെയില്ല. എന്നാ പിന്നെ കുട്ടുപോകാൻ ഞാനൊരു പെണ്ണാലോചിക്കട്ടെ. നീയാ ഞാൻ എന്താ ആലോചിച്ച കുഴപ്പം? എന്റെ കൂട്ടുകാരികളുടെ ചേച്ചിമാർ ഇഷ്ടം പോലെയുണ്ട്. കൂട്ടുകാരികളുടെ ചേച്ചിമാര് ശരിയാവത്തില്ല, കൂട്ടുകാരികളുടെ വല്ല ആന്റിമാരും ഉണ്ടെങ്കിൽ നോക്കുക. Yeah, I'm a bad boy doing good things. Got a lemonade with chicken wings. With a bad bitch, she's quite thick. So I'm. വിരാട് കോഹ്ലി വീണ്ടും 1-ാം റാങ്കിൽ. നന്നായിട്ട് പഠിക്കാൻ എങ്ങനെയാണ്? മറ്റുള്ള അമ്മമാര് വായി നോക്കിക്കൊണ്ടിരിക്കട്ടെ. ഞാനൊരു കാര്യം പറയാം, ഇങ്ങനെ പ്രത്യേകം സൂക്ഷിച്ചോണം. വഴിയിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങണം എന്ന് പറഞ്ഞാൽ ഇറക്കി വിട്ടരുത്. നീ എന്താ കൊച്ചു പിള്ളേരെ ഉപദേശിച്ച് വിടുമ്പോൾ അവൻ്റെ അടുത്ത് ഉപദേശിച്ച് വിടുന്നു? എന്ത് ഞാൻ കൊച്ചാ? എനിക്കറിയാം. നിങ്ങളെ കാര്യം കൊച്ചു പിള്ളേരെക്കാട്ടും കേടാണ്. അണ്ണാ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇയാളെ ഞാൻ മൂത്രം ഒഴിക്കാൻ പോലും ഞാൻ വണ്ടി നിന്ന് വിളിയിറക്കും. ഇനി എനിക്കൊരു നീ മൂത്രം ഒഴിക്കും. വജ്രാസനം, വജ്രാസനം, ശലഭാസനം, മയൂരാസനം, കുക്കുടാസനം. കുക്കുടാസനം പറഞ്ഞു. കുക്കുടാസനം ഉണ്ട്. അല്ല, നമുക്കിനി നമ്മൾ ചെയ്യാൻ പോണത് മാർജാരാസനം. അതന്നെ ഞാനും ചോദിക്കാൻ വന്ന എന്താ ചെയ്യാൻ പോണേ? മാർജാരാസനം. അച്ഛാ, മാർജാനം മറ്റേ പൂച്ചയല്ലേ? ആ, പൂച്ച. അപ്പൊ പൂച്ചരാസനവും.
എന്റെ സാരി എന്തേ? അതലമാരിക്കകത്തുണ്ട്. ഏതലമാരില്? ഞങ്ങളുടെ റൂമിൽ അലമാരിക്കകത്ത്. അത് അവിടെ കൊണ്ടുവച്ച. ചാരി കൊടുത്തോണ്ടേ കല്യാണത്തിന് ബാവു. എന്നാ പിന്നെ നിങ്ങളെ മുണ്ടു ഷെഡ് എന്താ? ഞാൻ ദുർത്തണ്ട അങ്ങോട്ട് പോകാം കല്യാണത്തിന്. ലോകത്ത് എത്രയോ ആൾക്കാർ വെള്ളം ഇല്ലാതെ കഷ്ടപ്പെടുന്നു. ഈ സാമ്പാറിനകത്താണെങ്കിൽ മൊത്തം വെള്ളം. ചേട്ടന് ആകപ്പാടെ അറിയാവുന്ന ജോലി എന്ന് വെച്ചാൽ ഡാൻസ് ആണ്. പിന്നെ അത് വെച്ച് 10 കാശ് ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് ഒരുപാട് സമയം എടുക്കും. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ സമയം എടുത്തോളൂ. ആ ചേട്ടൻ ജോലിയൊക്കെ ചെയ്ത് നല്ലൊരു നിലയിലെത്തിയിട്ട് കണ്ണടച്ചാൽ മതിയായിരുന്നു. എന്തോന്ന്? അല്ല ചേട്ടൻ ഇപ്പൊ ജോലി തപ്പി പോയേക്കുമല്ലേ, അപ്പൊ നല്ലൊരു ജോലിയായിട്ട് ഇങ്ങോട്ട് വന്നത് അത് കണ്ടിട്ട് കിടന്നുറങ്ങിയാൽ മതി എന്ന് പറഞ്ഞതാ. നീ ഇത് കണ്ടോണ്ടിരിക്കാന്നെ നിനക്ക് പറഞ്ഞു കളിക്കൂടെ കൊച്ചിനെ കളിപ്പിക്കണത്? ബാലു ആ പാവ കൊണ്ട് വലിച്ചെറിഞ്ഞ എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിഞ്ഞാൾ അച്ഛനിപ്പിക്കൊണ്ട് വരും, പ്രശ്നമാകും ഇവിടെ. വലിച്ചെറിയാനാ ഇതിനെ? നീ വിശക്കണ് വല്ല കൊടടി. അച്ഛാ പൈസ കഴിച്ചേ, ഞാൻ പോയി ഷവർമ മേടിച്ചോണ്ട് കൊടുക്കാം. drunk, I'm a nirukali drunk, now a nalkali drunk, I'm a nittukali, അടിച്ചു പൂസ് മലയാളി. അല്ലെങ്കിൽ ഇപ്പൊ വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ATM-ന്ന് അച്ഛൻ പൈസ മൊത്തം എടുത്തിട്ട് ചിറ്റപ്പൻ എന്ത് കാണിക്കാൻ ഇറ്റപ്പാ? ചേച്ചി എന്തോ പറയണേ? അച്ഛൻ വെറും 15,000 രൂപയല്ലേ എടുക്കത്തുള്ളൂ, ബാക്കി പൈസ മൊത്തം അവർ സേഫ് അല്ലേ? ആ നിന്റെ അച്ഛനല്ലേ ആള്, ഒരു ചായ കുടിക്കാനുള്ള പൈസ പോലും ബാക്കി കാണില്ല. അമ്മമ്മക്ക് ചായ കുടിക്കണ അടുക്കള പോയി തിളപ്പിച്ച് കുടിച്ചാ പോരെ, എന്തിനാ അക്കൗണ്ടിൽ നിന്ന് എടുക്കണം അമ്മയുടെ? ചോദിയിൽ കൂതി ചോദിച്ചു പോയവൻ ഓമ്പി. വണ്ടി എടുക്കാൻ പോകണോ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ വണ്ടി എടുക്കാൻ? 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ വിഷ്ണു നിന്റെ അടുത്ത്? എന്തോരം വണ്ടി എന്നറിയാമോ റോഡിലൊക്കെ? വണ്ടിയുടെ ബഹളമാണ്. പ്രാർത്ഥിച്ച് വണ്ടി എടുത്ത വണ്ടി അവിടെ ഇവിടെ തട്ടിയ മുട്ടിയൊന്നുമില്ല. പ്രാർത്ഥിക്ക്. അപ്പൊ എതിരെ വരണ വണ്ടിക്കാരനും പ്രാർത്ഥിക്കാതെ വണ്ടി എടുത്ത് നമ്മുടെ വണ്ടി ഒന്ന് തട്ടിയ എന്റെ നിങ്ങളെയും കൊച്ചുനാളില് നമ്മൾ രക്ഷകർത്താക്കള് നമ്മൾ അടിക്കുകയും വഴക്ക് പറയും വീട്ടിൽ നിന്ന് കടിച്ചിറക്കിയിട്ടില്ലേ? നമ്മളിവിടെ നാട് വിട്ട് പോയാ എന്തിനാ? എന്നാ ഞാൻ പോയിട്ടുണ്ട് ചേട്ടാ, നാട് വിട്ട് പോയിട്ടുണ്ട് ഒരു 3 തവണ. എന്നിട്ട് പട്ടിണി ചാവാറായപ്പം പിന്നെ തിരിച്ചു വന്നു വീട്ടില്.